بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, ഒരു പുതുവർഷത്തിന്റെ നിറവിലാണ് നമ്മൾ എല്ലാവരും. ഹജ്ജിന് പോയ ഹജ്ജാജിമാരെല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീവിയെയും നെഞ്ചേറ്റി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്ത് ഒരു നവോന്മേഷത്തോടുകൂടി അവരവരുടെ നാടുകളിൽ അണഞ്ഞിരിക്കുകയാണ്. ഒരു പുതുവത്സരം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സന്ദർഭവും സമയവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ശക്തമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് മതിയാകും നമ്മുടെ ജീവിതം തന്നെ മാറിമറിയാൻ. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഒരു പ്രസിദ്ധനായ മദ്യപാനിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ലമ. അദ്ദേഹം കള്ളുകുടിച്ച് കൂത്താടി ആർമാദിച്ച് ജീവിക്കുകയാണ്. ഒരു ദിവസം തന്റെ കൂട്ടുകാരെയെല്ലാം വീട്ടിൽ ഒരു മദ്യസൽക്കാരത്തിന് വേണ്ടി അദ്ദേഹം വിളിച്ചു വരുത്തി. ആ കൂട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ആ വഴി കടന്നുപോയത്. അദ്ദേഹം ചോദിച്ചു, ആരാണ് പോകുന്നത്? ജനങ്ങൾ പറഞ്ഞു, അത് ഹദീസ് പണ്ഡിതനായ ശുഅബയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ മസ്ലമ ബഹുമാനപ്പെട്ട ശുഅബയുടെ അരികിൽ ചെല്ലുകയാണ്. അദ്ദേഹത്തെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. കള്ളുകുടിച്ച് ലക്കുകെട്ട് നിൽക്കുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ലമയോട് ബഹുമാനപ്പെട്ട ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ അവസ്ഥയിൽ നിനക്ക് ഹദീസ് പറഞ്ഞു തരാൻ കഴിയില്ല, നീ പോയി കുളിച്ച് വൃത്തിയായി വരൂ എന്നാണ്. ഉടനെ തന്റെ കയ്യിലുള്ള കത്തിയെടുത്തുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ലമ പറഞ്ഞു, നിങ്ങൾ മര്യാദക്ക് ഹദീസ് എനിക്ക് പറഞ്ഞു തരണം. ഗത്യന്തരമില്ലാതെ ബഹുമാനപ്പെട്ട ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ലമക്ക് ഓതി കൊടുക്കുകയാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. നിനക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതുപോലെ ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഈ ഹദീസ് കേൾക്കേണ്ട താമസം തന്റെ കയ്യിലുള്ള കത്തി വലിച്ചെറിഞ്ഞ് അബ്ദുല്ലാഹി ബിൻ മസ്ലമ വീട്ടിലേക്ക് ഓടി. വീട്ടിലുണ്ടായിരുന്ന കള്ളിന്റെ ചഷകങ്ങളെല്ലാം തട്ടി ഉടച്ച് നന്നായി കുളിച്ച് വൃത്തിയായി തന്റെ ഉമ്മയോട് പറയുകയാണ്, എന്റെ കൂട്ടുകാരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇനി അവർക്ക് നിങ്ങൾ കള്ളു കൊടുക്കരുത്, അവർക്ക് ഭക്ഷണം കൊടുത്ത് നിങ്ങൾ അവരെ പറഞ്ഞയക്കണം, ഞാൻ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ബിൻ മസ്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെല്ലുകയും അങ്ങനെ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 30 കൊല്ലം സഹവസിച്ച് വലിയ പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനായി മാറുകയും മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമായ അൽ മുവത്ത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മഹാന്മാരിൽ 1-ാം നമ്പറുകാരനായി അബ്ദുല്ലാഹി ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു മാറുകയും ചെയ്തു. അപ്പൊ ഇതൊരു തീരുമാനമാണ്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയ സമയവും സന്ദർഭവുമാണ് ഈ പുതുവത്സരം. അതുല്യമായ ബഹുമതികൾ നിറഞ്ഞ മാസമാണ് ഈ മുഹറം മാസം. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നാണ് ഇതിന്റെ വിശേഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസവും മുഹറം മാസമാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമദാന ഷഹ്റുല്ലാഹിൽ മുഹറം. അപ്പൊ അള്ളാഹുവും റസൂലും വല്ലാതെ ആദരിച്ച ബഹുമാനിച്ച വളരെ പ്രസിദ്ധമായ മാസം, വളരെ ശ്രേഷ്ഠമായ മാസം. ഈ മാസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് മുഹറം 10 ആണ്. അതിനാണ് നമ്മൾ ആശൂറാ എന്ന് പറയുന്നത്. അജ്ഞാന കാലത്തു പോലും ഖുറൈശികളും യഹൂദരുമെല്ലാം ഈ ആശൂറാവിനെ ബഹുമാനിക്കുകയും ബഹുമാനാർത്ഥം അവര് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഖുറൈശികളും യഹൂദരും നോമ്പനുഷ്ഠിക്കുകയും ആ ദിവസത്തെ ബഹുമാനിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മുഹറം 10 അഥവാ ആശൂറാ വിമോചനത്തിന്റെയും മോക്ഷത്തിന്റെയും ദിവസമാണ്. നമുക്ക് ഏറ്റവും വലിയ ഉപദേശം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? നമ്മുടെ കൂട്ടുകാരും
അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാരുമൊക്കെ നമ്മെ പലതും ഉപദേശിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉപദേശങ്ങൾ മനുഷ്യന് ലഭിക്കുന്നത് ചരിത്രത്തിൽ നിന്നാണ്. ചരിത്രം മനുഷ്യന് പാഠമാണ്, പ്രതീക്ഷയാണ്, കരുത്താണ്, വലിയ ഉപദേശകനാണ് ചരിത്രം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ 1/3 ചരിത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായും പ്രവാചകന്മാരുടെ ചരിത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്ന ധാരാളം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു. ഏറ്റവും കൂടുതൽ ചരിത്രം പരാമർശിക്കപ്പെട്ടത് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. 136 തവണ മഹാനവറുകളുടെ നാമം പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടു. അതിന്റെ കാരണം മഹാനവറുകളുടെ പ്രതിയോഗി, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദിയും തീവ്രവാദിയും സത്യനിഷേധിയും ക്രൂരനുമായ ഫറോവയായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യാസത്യ വിവേചനത്തിന്റെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ പാഠം നമുക്ക് നൽകുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും ജനങ്ങളെയും ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ഫറോവ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും, ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കുന്നു. അവസാനം അവർക്ക് തിബുത്തികളായ കോപ്റ്റിക് വംശജരായ ഫറോവക്കും അനുയായികൾക്കും വീട്ടുവേല ചെയ്യിക്കാൻ ജോലിക്കാരെ കിട്ടാത്ത ഗതി വന്നപ്പോൾ 1 കൊല്ലം കുട്ടികളെ കൊല്ലുന്നു, അടുത്ത കൊല്ലം കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുന്നു. 1 കൊല്ലം പിറക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവിക്കാൻ അനുവാദം, അടുത്ത കൊല്ലം കൊല്ലും. ഇങ്ങനെ ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നു. ഹാറൂൻ നബി അലൈഹിസ്സലാം ജനിച്ചത് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്ന കൊല്ലത്തിലാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത് കുഞ്ഞുങ്ങളെ കൊല്ലേണ്ട കൊല്ലത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കുഞ്ഞുനാളിൽ തന്നെ ഉമ്മ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ടതും, അങ്ങനെ ഫറോവയുടെ കൊട്ടാരത്തിൽ ആസിയ ബീബി റളിയല്ലാഹു അൻഹായുടെ കയ്യിൽ അവരെത്തിയതും അവിടെ വളർന്നതുമൊക്കെ ചരിത്രങ്ങൾ നമുക്കറിയുന്നതാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പ്രബോധനം തുടങ്ങിയപ്പോ അനറബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ്, ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിച്ച ഫറോവ മൂസാ നബി അലൈഹിസ്സലാമിനും തന്റെ 6 ലക്ഷം വരുന്ന അനുയായികൾക്കും നാട്ടിൽ ജീവിക്കാൻ സ്വൈര്യം കൊടുക്കാതെ അവസാനം രാത്രിക്കു രാത്രി മൂസാ നബിയും തന്റെ അനുയായികളും ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മൂസാ നബിയും 6 ലക്ഷം വരുന്ന അനുയായികളും ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്യുകയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ മൂസാ നബിയെയും അനുയായികളെയും കാണാത്ത ആ ഒരു അവസ്ഥയിൽ അവരെ പിടികൂടാൻ വേണ്ടി ഫറോവ തന്റെ 16 ലക്ഷം വരുന്ന സൈന്യവുമായി പിന്തുടരുകയാണ്. 2ാമത്തെ ദിവസം പ്രഭാതവേളയിൽ ഇരുകൂട്ടരും കണ്ടുമുട്ടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സൈന്യത്തിന്റെയും മുന്നിൽ ചെങ്കടലാണ്, പിറകിൽ ഫറോവയാണ്. ചെക്കുത്താന്റെയും കടലിന്റെയും ഇടയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ മുന്നിലേക്ക് നോക്കിയാൽ പ്രവിശാലമായ ചെങ്കടൽ, പിറകിലേക്ക് നോക്കിയാൽ ഫിർഔനും 16 ലക്ഷം സൈന്യവും. പരിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ അടയാളപ്പെടുത്തുന്നത് ഫലമ്മ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. 2 സൈന്യങ്ങളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ സഹായം വരുന്നതും കാത്തിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, എന്റെ കൂടെ എന്നെ വഴി നടത്താൻ, എനിക്ക് മാർഗദർശനം നൽകാൻ എന്റെ റബ്ബുണ്ട്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് ഉപദേശം നൽകിയത്. ഫഅവഹൈനാ മൂസ അനിദ്രിബ് ബിഅസ്വാകൽ ബഹർ. കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത് ഈ സമയത്താണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും കടലിലൂടെ വെള്ളം പിളർന്ന് പാളികളായി മാറി നിൽക്കുമ്പോൾ ആ കടലിലൂടെ രക്ഷപ്പെടുകയും, അവരെല്ലാവരും രക്ഷപ്പെട്ടപ്പോൾ കടലിൽ ഒന്നുകൂടി അടിച്ച് വെള്ളം പഴയ സ്ഥിതിയിലേക്ക് വരുത്താൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശം നൽകിയത് വത്റുക്കിൽ ബഹ്റ റഹ്വൻ ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ.
നിങ്ങൾ കടലിൽ അടിക്കണ്ട, കടൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അവര് മുങ്ങാനുള്ള സൈന്യമാണ് എന്നാണ്. ഫറോവ കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ കടലിൽ മൂസാ നബി അലിഹിസ്സലാം കാണിച്ചിട്ടുള്ള അത്ഭുതം, ആ മുഅ്ജിസത്ത് കണ്ട് അന്തം വിട്ട ഫറോവ തന്റെ സൈന്യത്തെ കടലിലേക്ക് ഇറക്കി തടിയൂരാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ച് ഫറോവയുടെ കുതിരയെ കടലിന് നേരെ തിരിച്ചു വിടുകയും അങ്ങനെ ഫറോവയും സൈന്യവും ഒന്നാകെ കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ എല്ലാവരെയും 16 ലക്ഷം വരുന്ന ഫറോവയുടെ കിങ്കരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊല്ലുകയും ചെയ്തു. സത്യനിഷേധികൾ, അക്രമികൾ, ഭീകരവാദികൾ, ഇവർക്ക് ലോകത്തെ ഏറ്റവും ഭയാനകമായ നാശം സംഭവിച്ച ദിവസമാണ് മുഹറം 10. ആ ദിവസം എന്നും ഓർമ്മിക്കപ്പെടണം. ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ഇതുപോലെ പല അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ കാണിച്ചത് ഇതുപോലെ മുഹറം 10 ദിവസങ്ങളിലാണ്. ഭൂമി മുഴുക്കെ മുക്കിക്കളഞ്ഞ മഹാപ്രളയം, തൂഫാൻ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ പ്രളയത്തിൽ നിന്ന് മനുഷ്യരെ അല്ലാഹു തആല രക്ഷിച്ചത് മുഹറം മാസത്തിലാണ്, മുഹറം 10 സുദിനത്തിലാണ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ആ വലിയ അഗ്നി കുണ്ടത്തിൽ നിന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10 മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിപ്പോയ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10. അതുപോലെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാരകമായ രോഗം അല്ലാഹു മാറ്റിക്കൊടുത്തത് മുഹറം 10. ഇങ്ങനെ ഓരോ അമ്പിയാക്കളുടെയും കാലഘട്ടങ്ങളിൽ അതാതു കാലത്തെ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ച വലിയ ടിസ്റ്റ്, ആ ടിസ്റ്റുകൾ ഉണ്ടായത് മുഹറം 10. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും, ഖദീജ ബീവിയും ആയിഷ ബീവിയും അടങ്ങുന്ന കുട്ടികളും ഭാര്യയും ഉൾക്കൊള്ളുന്ന ആ കുടുംബത്തെ ശുഅബ് അബി ത്വാലിബിൽ ഖുറൈശികൾ ഉപരോധിച്ചത് ഒരു മുഹറത്തിലാണ്. ഒരു മുഹറത്തിലാണ് ആ ഉപരോധം തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും ഒന്നും വിൽക്കാൻ പാടില്ല, അവരിൽ നിന്നൊന്നും വാങ്ങാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. ഈ ഉപദേശം കഅബാലയത്തിന്റെ ചുമരിൽ ഖുറൈശികൾ നോട്ടീസ് പതിപ്പിച്ച രൂപത്തിൽ അവര് തൂക്കിയിട്ടപ്പോൾ മക്കക്കാര് മുഴുവനും ഊരുവിലക്കി ഭ്രഷ്ട് കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും. ആ ഉപരോധത്തിൽ നബി തങ്ങൾക്ക് അവിടുത്തെ കുടുംബത്തിന് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. വളരെയധികം പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ പച്ച ഇലകളും അതുപോലെ തന്നെ പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ആ ദിനരാത്രങ്ങൾ, ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയാൽ ആ എല്ലിന്റെ കഷ്ണം പൊടിച്ച് അത് വെള്ളത്തിൽ കലക്കി കുട്ടികൾക്ക് ഭക്ഷണമാക്കി കൊടുത്തിരുന്ന ആ ദിനരാത്രങ്ങൾ, 3 കൊല്ലത്തിലധികം നീണ്ടുനിന്ന ഈ ഉപരോധം അവസാനം ഖുറൈശികളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട 5 യുവാക്കൾ, ആ യുവാക്കൾ ഈ അനീതിക്കെതിരെ രംഗത്ത് വരികയും അമ്ർ, സുഹൈർ ബിൻ അബി ഉമയ്യ, അബുൽ ബുഹ്തരി, സംഅ, മുത്ഇം ബിൻ അദി തുടങ്ങിയ ഈ 5 ചെറുപ്പക്കാർ അവര് കഅബാലയത്തിന്റെ സമീപത്ത് വന്നു. യാ അഹ്ല മക്ക, ഓ മക്കക്കാരെ, നമ്മളെല്ലാവരും നഅ്കുലു ത്വആം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വനൽബസു സിയാബ്, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, വ ബനൂ ഹാഷിമുൻ ഹൽക, ബനൂ ഹാഷിം ഇവിടെ വളരെ നാശത്തിലാണ്, വലാ യുബാഊന വലാ യുബ്താഉ മിൻഹും, അവർക്ക് നിങ്ങളൊന്നും വിൽക്കുന്നില്ല, അവരിൽ നിന്ന് നിങ്ങളൊന്നും വാങ്ങുന്നില്ല. അതുകൊണ്ട് ഈ കഅബാലയത്തിന്റെ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ നോട്ടീസ് ഞങ്ങൾ വലിച്ചു കീറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 5 ചെറുപ്പക്കാർ ചേർന്ന് ഖുറൈശികളുടെ അനീതിക്കെതിരെ രംഗത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും ആ ഉപരോധത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഇതുപോലെ ഒരു മുഹറം 10 സുദിനത്തിലായിരുന്നു. അതുകൊണ്ട് മുഹറം 10 നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മുഹറം 10 മുഹറം 9 നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. വളരെ പവിത്രമായ നോമ്പാണ് മുഹറം 9 10 നോമ്പ്. അതെല്ലാവരും നോൽക്കുകയും അന്നേ ദിവസം കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുകയും വേണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ഈ ശ്രേഷ്ഠമായ നോമ്പിനെ കുറിച്ചും അതുപോലെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കേണ്ടതിനെ കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്ത് കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്ത് ആ കൊല്ലം മുഴുവനും, വല്ലവനും മുഹറം 10 ദിവസം കുടുംബത്തിന് വിശാലത ചെയ്താൽ ആ കൊല്ലം മുഴുവനും അവന് ഭക്ഷണത്തിൽ വിശാലത നൽകപ്പെടുമെന്ന് പറഞ്ഞ ഹദീസ്
പല സ്വഹാബിമാരും 30 കൊല്ലവും 40 കൊല്ലവും പരീക്ഷിക്കുകയും അങ്ങനെ അവർക്ക് വിജയം നേടാൻ സാധിക്കുകയും ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ നമ്മുടെ മുഹറം 9ഉം 10ഉം താസ്വാവും ആഷുറാവും ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുകയും കുടുംബത്തിന് വിശാലത ചെയ്ത് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്ത് നോമ്പ് തുറയുടെ സമയത്ത് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഇൻഷാ അള്ളാഹ് നമ്മുടെ കുടുംബത്തിന് നല്ല ഒരു ആനന്ദം ഈ പരിശുദ്ധമായ ദിവസത്തിൽ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഖളാ ആയ നോമ്പുകളുടെ നിയ്യത്ത് കൂടി നാളത്തെ നോമ്പിന്റെയും മറ്റന്നാളത്തെ നോമ്പിന്റെയും കൂടെ കരുതി ആ നഷ്ടപ്പെട്ട പോയ നോമ്പുകൾ വീണ്ടെടുക്കാനുള്ള അവസരം കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.